ശരി എന്നാ പിന്നെ ശരി. ആ ഇതാരാ സുധയല്ലേ? എന്തുകൊണ്ടടി വിശേഷം? സുഖമായിരിക്കുന്നു? മോതിരമാറ്റൽ ചടങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു? ആ കഴിഞ്ഞല്ലേ. ഞാൻ കുറച്ച് തിരക്കിലായപ്പൊടി വരാൻ താമസിച്ചു ഇച്ചിരി. തിരക്കിലല്ല, എൻ്റെ മോള് രാജിയില്ലേ, അവൾ അയച്ചെടുത്ത് എന്നും വഴക്കാടി, എന്നും അടിയും വഴക്കും. ഇന്നലെ രാത്രി മോള് വിളിച്ചിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ ഏതാണ്ട് കുടിച്ചെന്നോ, അവൻ അവളെ അടിച്ചെന്നോ, പിള്ളേരെ അടിച്ചെന്നോ അങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചില്. എങ്ങനെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ഇന്ന് കാലത്ത് അവിടെ പോയിട്ടാ ഇങ്ങോട്ട് വന്നത്, അതയച്ച് താമസിച്ചു പോയത്. സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? അല്ല, നിനക്ക് എങ്ങനെയാ ഈ കൊച്ചിനെ പരിചയം? ഈ കുട്ടിയോളം ഒരുമിച്ച് പഠിച്ചവരല്ലേ, അങ്ങനെ അറിയാം. ഓ, നിന്റെ മോളുടെ കൂടെ പഠിച്ചതാണല്ലേ? ആ ശരി ശരി, അങ്ങനെ വരട്ടെ. ഞങ്ങള് ബന്ധുക്കളാ, നിങ്ങൾക്കറിയില്ലേ? ആ ഞങ്ങള് ബന്ധുക്കളാ. മോളുടെ കൂടെ പഠിച്ചവർക്കൊക്കെ കല്യാണം ആയില്ലേ? മോൾക്കത്തെ കല്യാണം നോക്കുന്നില്ല? ആ, അവർക്ക് ഇപ്പൊ കല്യാണം ഞങ്ങൾ നോക്കുന്നില്ല. മോളുടെ അച്ഛനും വലിയ താല്പര്യം ഇല്ലാന്ന് ഇപ്പൊ നോക്കാനായിട്ട്. അവളും പറയുന്നത് കുറച്ചും കൂടെ കഴിയട്ടെ എന്നാണ്. അവൾക്കും 10, 26, 27 വയസ്സായിട്ടുണ്ടാവുമല്ലോ. 27 വയസ്സായി. പിന്നെ ഇപ്പൊ അവള് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നോക്കാന്നാണ് അവള് പറയുന്നത്. അയ്യോ, ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എന്റെ മോളെ ഞാൻ +2 കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം കഴിപ്പിച്ച് വിട്ടതാ. അതിനുശേഷം എന്താ അവള് തയ്യൽ പഠിച്ചില്ലേ? ഇപ്പൊ അവൾക്ക് തിരിഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തുണി കൊണ്ടുവരും തയ്ക്കാനായിട്ടേ. നല്ല ഒന്നാന്തരം തയ്യക്കാരിയായി അവളിപ്പോ. അപ്പൊ സമയമില്ല. എന്റെ ഒരു ചുരിദാർ തയ്ക്കാൻ പറഞ്ഞാൽ പോലും അവൾക്ക് സമയമില്ല, അത്രയ്ക്ക് തിരക്കാ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ, ജോലി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യണല്ലേ. ശരി ശരി. ഇനി എന്തെങ്കിലും ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും ഇല്ല. അവളെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോട് നേരത്തെ പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നവും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് എല്ലാവർക്കും ഇതൊക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും വലിയ പുതുമയൊന്നും ഇല്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത്രയും വയസ്സായല്ലോ, എന്നിട്ട് കല്യാണം കഴിക്കാത്തോണ്ട് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മോളും മോളുടെ അച്ഛനും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ ഫ്രണ്ട്സിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതൊക്കെ. അവളോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും അഫയേഴ്സ് ഉണ്ടോയെന്ന്. അവളില്ല എന്നാണ് പറഞ്ഞത്. ഉണ്ടെങ്കിലും ഞങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നു. അവളുടെ സന്തോഷമല്ലേ നമ്മുടെ ഈ സന്തോഷം. ഓഹ്, ഇന്നത്തെ കാലത്ത് ഒരുവിധം നല്ല ആൺപിള്ളേർക്കൊക്കെ 22, 23 വയസ്സായ പെൺപിള്ളേരെ മതിയെന്നേ. ബാക്കിയൊക്കെ വയസ്സായെന്നല്ലേ അവര് പറയുന്നേ. 22, 23 തന്നെ അധികമെന്നാണ് ചില ആൺപിള്ളേര് പറയുന്നത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെൺപിള്ളേർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് 22, 23 എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മോൾക്ക് 26, 27 വയസ്സെന്നൊക്കെ പറയുമ്പോ അത് തന്നെ കൂടുതലാണ്. ഇതിപ്പോ വീണ്ടും ഇനി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നേ. നോക്കണം. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനുണ്ട്, എന്റെ ഓപ്പോളുടെ മോനെ സുഭാഷ്. അയ്യോ, തങ്കം പോലത്തെ പയ്യനാ, നല്ല ഒന്നാന്തരം പയ്യനാ. അവനെ കൊത്തിക്കൊണ്ട് പോവാൻ പെമ്പിള്ളേരൊക്കെ വളഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഓപ്പോളോട് സംസാരിച്ചു നോക്കാം. പയ്യൻ UK-ലാന്നേ, വലിയ ഏതോ കമ്പനിയിലാണ് ജോലി. ലക്ഷങ്ങളാണ് അവന്റെ സാലറി എന്ന് പറയുന്നത്. ചേച്ചി, ഈ സുഭാഷ് അല്ലേ UK-ലെ ലിവിങ് ടുഗദറും അവിടെ ഒരു കൊച്ചൊക്കെയുള്ള പെണ്ണുമായിട്ട് അഫയർ ഒക്കെ ഉണ്ടായിരുന്നത്? ഇവിടെ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ആ പെങ്കൊച്ച് ആ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നെന്നും ചേച്ചിയുടെ ഓപ്പോള് തിരിച്ചു പറഞ്ഞു വിട്ടെന്നൊക്കെ നാട്ടില് പാട്ടായ കഥയോ. അതൊക്കെ അസൂയക്കാര് പറയുന്നതാന്നേ. അവന്റെ ശമ്പളവും അവന്റെ ലിവിങ് സ്റ്റാറ്റസും ഒക്കെ കണ്ടിട്ടേ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാ. എടി നീ കേൾക്ക്, അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് അങ്ങ് UK-ന്ന് ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങ് വന്നേക്കുന്നു. ഓപ്പോളിനാണെങ്കിലോ ടെൻഷനായില്ലേ. ഓപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോ അവളെ തിരിച്ച് ഫ്ലൈറ്റ് പിടിച്ച് അങ്ങ് വിട്ടേച്ചു. അവൾ എന്തൊക്കെയാ ഇവിടെ വന്ന് പറഞ്ഞുണ്ടാക്കിയത്? അവരവിടെ ലിവിങ് ടുഗദർ ആണ്, ഒരുമിച്ചാണ് താമസിക്കുന്നത്, ഒരു കുട്ടിയുണ്ട്. ഓ ആണല്ലേ. പിന്നെ ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യം നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏത് പയ്യനെ കിട്ടാനാ? എല്ലാ പയ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് കാര്യമൊന്നുമില്ല. അങ്ങനെ പെൺപിള്ളേരായിക്കോട്ടെ പയ്യന്മാരായിക്കോട്ടെ അവർക്ക് എന്തായിരുന്നാലും ഒരു ഭൂതകാലമൊക്കെ ഉണ്ടാവും. ഇവരങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്.
എല്ലാ പയ്യന്മാർക്കും ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ട കാര്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ പേടിക്കാനൊന്നുമില്ല. അവൻ ഇവളെ കൊണ്ടൊന്നും പോകത്തൊന്നുമില്ല. അവ ഇവിടെ വിട്ടിട്ടേ പോവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എപ്പ വന്ന് കാണയോ, അവക്ക് എപ്പ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിക്കണോന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കോ, എന്ത് വേണോ ചെയ്യാം. ഓ അങ്ങനെയാണല്ലേ. പിന്നെ എന്റെ ഓപ്പോളാണെന്ന് വിചാരിച്ച് ഞാൻ പൊക്കി പറയാണെന്ന് വിചാരിക്കരുത്. പയ്യൻ ഇത്രയും നല്ല പയ്യനാണെങ്കിൽ കൂടി അവർക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ ചോദിക്കുന്ന പോലെ കിലോ കണക്കിന് സ്വർണവും 1 കോടിയുടെ കാറും വീടും വസ്തുവും പൈസയും ഒന്നും അവർ ചോദിക്കുന്നില്ല. ആകെപ്പാടെ 101 പവൻ സ്വർണവും 20 ലക്ഷം രൂപയുടെ കാറും 1 ഏക്കർ സ്ഥലവും 10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇത്രയും മാത്രമേ അവർക്കുള്ള ഡിമാൻഡ് ആയിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ ഡിമാൻഡ്സ്? അല്ലേലും ഇന്നത്തെ കാലത്ത് ഇത്രയും സ്ത്രീധനമൊക്കെ കൊടുക്കാതെ ആര് കല്യാണം കഴിക്കാനാ? ഏത് പാവപ്പെട്ടവനും ഇത്രയും സ്ത്രീധനം കൊടുക്കുമെന്നേ. ചേച്ചി, ഇത്രയും കേട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നത്, വഴി കൂടെ നമ്മൾ പോകുമ്പോ കുറെ പട്ടികൾ കുരയ്ക്കാറില്ലേ? പക്ഷെ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാലോ അത് വീണ്ടും കുരയ്ക്കും. അതുകൊണ്ടാ ഞാൻ ഇത്രയും സമയം മിണ്ടാതിരുന്നത്. പക്ഷെ ഇനിയും ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ വലിയൊരു പരാജയമായി. എന്റെ മോളെ ഇത്രയധികം വളർത്തി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ അവളെ കല്യാണം കഴിച്ചു വിടാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആരും ചെലവിന് തന്നിട്ടല്ലല്ലോ ഞാൻ എന്റെ മോളെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയത്. അവക്കിപ്പോ അന്തസ്സായിട്ട് ഒരു ജോലിയുണ്ട്, അവൾ ഫിനാൻഷ്യലി സ്റ്റേബിളും. ഇനി അവൾക്ക് കല്യാണപ്രായ എന്ന് എനിക്കും അവളുടെ അച്ഛനും തോന്നുമ്പോൾ ഞങ്ങൾ അവളെ കെട്ടിച്ചു വിട്ടോളാം. ചേച്ചി അതോർത്ത് ആവലാതിപ്പെടണ്ട കേട്ടോ. ചേച്ചിയുടെ മോളുടെ കാര്യം പറഞ്ഞല്ലോ, എന്റെ ഒരു മാന്യത വെച്ചിട്ടാണ് ഞാൻ അത് ഇതുവരെയായിട്ട് മിണ്ടാതിരുന്നത്. അവള് +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേലും വേറൊരു പയ്യനുമായിട്ട് ഒളിച്ചോടി പോയതും അവളെ പിടിച്ചോണ്ട് വന്ന് നിങ്ങൾ വേറൊരാളുടെ കൂടെ കല്യാണം കഴിച്ചു വിട്ടതും നാട്ടില് പാട്ടായ ഒരു കഥയാണ്. ഇനിയും എന്നെ കൊണ്ട് അതൊന്നും പറയിക്കാതിരിക്കുക. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. പറയണമെന്ന് വിചാരിച്ചിട്ടും സാഹചര്യങ്ങൾ മൂലം പറയാൻ പറ്റാത്ത ഒരുപാട് അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സോ ഇനി ഞങ്ങളെ ചൊറിയാൻ വരരുത്.